വീക്ഷണ മുഖപ്രസംഗം ജെഡിയുവിനുള്ള മുന്നറിയിപ്പും താക്കീതുമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഈ സാഹചര്യത്തിൽ യുഡിഎഫിൽ തുടരണമോ വേണ്ടയോ എന്ന് അവർ തന്നെ തീരുമാനിക്കണം. കെ ബാബുവിനെതിരെ പാർട്ടിതല അന്വേഷണം വേണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പാലക്കാട് ആവശ്യപ്പെട്ടു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ സ്ഥിതിഗതി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ ജെഡിയുവിന്റെ എൽഡിഎഫ് പ്രവേശനം അടുത്തു തന്നെയുണ്ടെന്ന സൂചന നൽകി. യുഡിഎഫിനുള്ളിലെ തർക്കങ്ങൾ മൂലം സർക്കാർ നിശ്ചലമാണ്. കോൺഗ്രസ് ഘടകകക്ഷികളെ അവിശ്വസിക്കുകയാണ്. ഘടകകക്ഷികൾക്കുള്ള മുന്നറിയിപ്പും താക്കീതുമാണ് ജെഡിയുവിനെതിരെ വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗമെന്നും കോൺഗ്രസിന്റെ ആക്ഷേപം സഹിച്ച് യുഡിഎഫിൽ തുടരണമോ എന്ന് ജെഡിയു ആലോചിക്കണമെന്നും കോടിയേരി വ്യക്തമാക്കി. ഇന്ന് അതിന് സമാനമായൊരു മുഖപ്രസംഗം വീക്ഷണം മുഖപത്രം എഴുതിയിട്ടും ഇതെല്ലാം സഹിച്ച് ആ മുന്നണിയിൽ തന്നെ തുടരണമോ എന്ന് ബന്ധപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടത്. ഒരുമിച്ചൊരു ജാഥ നടത്താൻ പോലും യുഡിഎഫിന് കഴിയുന്നില്ല. ബാർക്കോഴക്കേസിൽപ്പെട്ട മന്ത്രി കെ ബാബുവിനെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്താൻ കെപിസിസി പ്രസിഡന്റ് തയ്യാറാകണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ആരോപണ വിധേയനായ കോൺഗ്രസ് മന്ത്രി ബാബുവിനെ മന്ത്രിസ്ഥാനത്ത് മാറ്റി നിർത്തി കെപിസിസി പ്രസിഡന്റ് സുധീരൻ ആദർശവാനാണെന്ന് തെളിയിക്കട്ടെ. അതെന്തുകൊണ്ടാണ് സുധീരൻ അത് ചെയ്യാൻ സാധിക്കാത്തത്? കെപിസിസി പ്രസിഡന്റ് എടുത്ത പരസ്യ നിലപാട് ആത്മാർത്ഥതയുള്ള ആണെങ്കിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണം. അതിന് കെപിസിസി പ്രസിഡന്റ് ഇടപെടണം. മുസ്ലിം ലീഗിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും രൂപീകരിച്ചിട്ടുള്ളതെന്നും പുതിയ തദ്ദേശ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിന് ഒരു പഠനം നടത്താൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ലെന്നും കോടിയേരി ആരോപിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി മത്സരം നടന്നിട്ടില്ലെന്ന് കോടിയേരി പറഞ്ഞു. സിപിഐഎമ്മിന്റെ റെഡ് വളണ്ടിയർ സംവിധാനം പുനഃക്രമീകരിച്ച് സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമെന്നും ഇവർക്ക് യോഗ പരിശീലനം ഉൾപ്പെടെ നൽകുമെന്നും കോടിയേരി വ്യക്തമാക്കി. മാലിന്യ വിമുക്ത കേരളത്തിനായി പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതായും കോടിയേരി അറിയിച്ചു. റിപ്പോർട്ടർ, പാലക്കാട്.